പാൽക്കറി ചെയ്യുക. ആരെയും കയ്യിലെടുക്കാം. ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം നല്ല ചെറിയ ഉള്ളി ഒന്നെങ്കിൽ ചതക്കുക, 100 ഗ്രാമോളം ചതക്കുക, കിരിന്ന് അരിഞ്ഞിട്ട് അത് സോട്ട് ചെയ്യുക. അതിനുശേഷം പച്ചമുളക് കീറിയിടുക, കരിവേപ്പില ഇടുക. നമുക്കിതിനകത്ത് ബേസിക്കലി വെളുത്തുള്ളി ഇല്ല, ഇഞ്ചി ചതച്ചിടുക. ചതച്ച് നന്നായിട്ട് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി അരിഞ്ഞിടുക, സോട്ട് ചെയ്യുക, നല്ല റോസ്റ്റ് ഇടാം. വെളിച്ചെണ്ണ തെളിഞ്ഞ് തന്നെ നിൽക്കും. നിങ്ങൾ ഇതിന് ആവശ്യം കഴിക്കുന്നുണ്ട്, ഇത് ഒരു ചട്ടി കറി തിന്നുന്നില്ലല്ലോ, കുറേ എണ്ണ വേണമെങ്കിൽ തിന്നാൽ മതി. പിന്നെ സോട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് പുളി വെള്ളം ഒഴിക്കുക. പുളി നല്ല പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിക്കുക. ഇത് തിളച്ച് വരുന്ന സമയത്ത് നല്ല പച്ചമീൻ, കുറച്ച് വെള്ളവും ചേർന്ന് പച്ചമീൻ കട്ട് ചെയ്തിടുക. ഈ പുളിക്കകത്ത് ഇത് തിളച്ച് നല്ല 1-ാം പാലും 2-ാം പാലും വെച്ചേക്കുക. ഒന്ന് തിളച്ച് ഈ ഫസ്റ്റ് 2-ാം പാൽ ഒഴിക്കുക. സോൾട്ട് ചെക്ക് ചെയ്യുക. അത് ഉലുവയെല്ലാം ഒന്നുമില്ല, മഞ്ഞപ്പൊടി ഒന്നുമില്ല. എന്നിട്ട് അതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. മീൻ ഉടയരുത്. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ആ ഫസ്റ്റ് പാൽ ഒഴിക്കുക. ഒന്നും കൂടെ തിളയ്ക്കുക, ഓഫ് ചെയ്യുക. ആ ഫിഷ് കുക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പൊങ്ങും. അതാണ് അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് അടച്ചു വെച്ചേക്ക്. മേളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് ആരെയും കയ്യിലെടുക്കാം. അതെ, 100% പാൽക്കറി ചെയ്യുക. ആരെയും കയ്യിലെടുക്കാം.